എല്ലാവർക്കും എഡ്യൂസാർ ലേണിംഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എൻ്റെ പേര് ശരത് എന്നാണ്. നമ്മൾ ഇന്നിവിടെ തുടങ്ങാൻ പോകുന്നത് രണ്ടാമത്തെ ചാപ്റ്റർ ആണ്, റിയാക്ഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനമാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ ചാപ്റ്റർ കാണാത്തവരെല്ലാം എന്ത് ചെയ്യുക, ഒന്നാമത്തെ ചാപ്റ്റർ എന്ത് ചെയ്യുക, വ്യക്തമായിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വ്യക്തമായി കണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ അല്ലേ? ഞാൻ എപ്പോഴും പറയുന്ന കൂട്ടുകാരെ, നിങ്ങൾ ക്ലാസ് പ്രയോജനപ്പെട്ടാൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുതും, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതും. നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? കെമിക്കൽ റിയാക്ഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്, ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനം. പ്രധാനമായിട്ടും നമുക്ക് പഠിക്കേണ്ട രാസപ്രവർത്തനങ്ങൾ: ഒന്ന്, ആദേശ രാസപ്രവർത്തനം, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. രണ്ട്, അഡീഷൻ രാസപ്രവർത്തനം, അഡീഷൻ റിയാക്ഷൻ. മൂന്ന്, പോളിമറൈസേഷൻ. നാല്, തെർമൽ ക്രാക്കിംഗ്, താപീയ വിഘടനം. അഞ്ച്, കമ്പക്ഷൻ ഓഫ് ഹൈഡ്രോകാർബൺ, ഹൈഡ്രോകാർബണിന്റെ ജ്വലനം. അങ്ങനെ 5 രാസപ്രവർത്തനമാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. ഓക്കെ അല്ലേ? നമ്മൾ ഈ ക്ലാസ്സിൽ ആദ്യത്തെ 2 എണ്ണം നമ്മൾ വ്യക്തമായി പഠിക്കും. ഒന്നാമത്തെ എന്താണ് പറഞ്ഞു? ആദേശ രാസപ്രവർത്തനം, അല്ലെങ്കിൽ എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഒന്നുമില്ല മക്കളെ, എളുപ്പമാണ്. എന്താണ് ആദേശ രാസപ്രവർത്തനം? ശ്രദ്ധിക്കാം. ഒരു ഹൈഡ്രോ കാർബണിൽ നിന്നും അല്ലെങ്കിൽ ഓർഗാനിക് സംയുക്തത്തിൽ നിന്നും ഒരു ഹൈഡ്രജൻ ആറ്റം മാറിയിട്ട് അവിടെ വേറൊരു ആറ്റം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റം വരും. ആ റിയാക്ഷനെ പറയുന്ന പേരാണ് ആദേശ രാസപ്രവർത്തനം അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഞാൻ കാണിച്ചു തരാം. ഉദാഹരണം നമുക്കറിയാം, CH4 എല്ലാ കുഞ്ഞുങ്ങൾക്കും അറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. CH4 എന്താണ്? മീഥേനാണ്. നമുക്ക് നോക്കാം. കാർബൺ 1, ഇവിടെ H, ഇവിടെ H, ഇവിടെ H. ഓക്കെ, ഇവിടെ H, ഇതല്ലേ മീഥേൻ. അതിനെ ഞാൻ എന്താണ് Cl2മായിട്ട് റിയാക്ട് ചെയ്യുകയാണ്. Cl2മായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, നോക്കിയേ. ഈ Hഉം Clഉം കൂടെ എന്തായി മാറും? HCl ആയി മാറും. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യും? Hന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യും? Cl വന്നിരിക്കും. അല്ലെ? ഒന്ന് പോയിട്ട്, അതല്ലേ സബ്സ്റ്റിറ്റ്യൂഷൻ. മനസ്സിലായോ? ഒന്ന് പോയിട്ട് അവിടെ വേറൊരെണ്ണം വരും. മനസ്സിലായോ? അതാണെന്ത്? ആദേശ രാസപ്രവർത്തനം. ഓർഗാനിക് കെമിസ്ട്രിയിലെ ആദേശ രാസപ്രവർത്തനം. അപ്പൊ ഒന്ന് പറഞ്ഞേ മക്കളെ, കാർബൺ അവിടെ ഉണ്ട്. ശ്രദ്ധിക്കാം, കാർബൺ അവിടെ ഉണ്ട്. 3 ഹൈഡ്രജനും ഉണ്ട്, അല്ലയോ? 3 ഹൈഡ്രജനും ഉണ്ട്. പക്ഷെ ഇവിടെ ഹൈഡ്രജന് പകരം എന്താണ്? ക്ലോറിൻ വന്ന് പ്ലസ് എന്താണ്? പ്ലസ് HCl എന്ന് വരും. ക്ലിയർ ആണല്ലോ? ഇതാണ് ആദേശ രാസപ്രവർത്തനം. അടുത്ത ശ്രദ്ധിക്കുക, ഞാൻ ഇനി ഇതിനെ ചെയ്യാൻ പോവാം. ഇത് നോക്കിയേ, ശ്രദ്ധിച്ചോ, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണേ. C, ഇവിടെ H ഉണ്ട്, അല്ലെ? ഇവിടെ H ഉണ്ട്, ഇവിടെ എന്താണ്? Cl ഉണ്ട്. വീണ്ടും ഇവിടെ Clമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും മക്കളെ? എന്ത് സംഭവിക്കും? ഒന്നുമില്ല. ഈ Hഉം Clഉം കൂടെ എന്തായി മാറും? HCl ആയി മാറും. ഈ Cl ഇവിടെ വരും. അപ്പൊ എന്താ? ഒന്ന് പറഞ്ഞേ. C, ഇവിടെ H, ഇവിടെ H, ഇവിടെ എന്താണ്? Cl, ഇവിടെ Cl എന്ന് വരും. ക്ലിയർ കട്ടായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീണ്ടും നമ്മൾ ഇതിനെ പ്ലസ് എന്താണ്? HCl എന്ന് വരും. വീണ്ടും ഞാൻ ഇതിനെ ചെയ്യാൻ പോവാ, ഈ സാധനത്തെ ചെയ്യാൻ പോവാ. ശ്രദ്ധിച്ചോ? അപ്പൊ എന്ത് വരും? ശ്രദ്ധിക്കാം. C, ഇവിടെ H, ഇവിടെ Cl അല്ലേ? ഇവിടെ Cl മക്കളെ പറ. ഇവിടെ Cl, ഇവിടെ H, ഇവിടെ H, ഇവിടെ Cl. വീണ്ടും ഞാൻ Cl2 ആയിട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഒന്നുമില്ല. ഈ Hഉം Clഉം കൂടെ എന്തായി മാറും? HCl ആയി മാറും. Cl ഇവിടെ വരും. ഓക്കെ, അപ്പൊ ഒന്ന് പറഞ്ഞേ. C ഉണ്ട്, Cl ഉണ്ട്, Cl ഉണ്ട്, H ഉണ്ട്. ഇവിടെ എന്താ? പ്ലസ് HCl എന്ന് വരും.
മനസ്സിലായ? അവസാന റിയാക്ഷൻ പ്രകാശത്തിന്റെ സാന്നിധ്യത്തിലാണ്, ലൈറ്റിന്റെ പ്രസൻസിലാണ്. ഓക്കെ അല്ലേ? അപ്പൊ നോക്കിയേ, സി ഇവിടെ Cl, ഇവിടെ Cl, ഇവിടെ Cl, ഇവിടെ H എന്ന് വരും. ഇൻ ദ പ്രസൻസ് ഓഫ് പ്രകാശം, ലൈറ്റിന്റെ ലൈറ്റിന്റെ സാന്നിധ്യത്തിൽ വീണ്ടും എന്താണ് Cl2 ആയിട്ട് ചെയ്യുവാണ്. ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ സാന്നിധ്യം. അപ്പൊ എന്ത് സംഭവിക്കും നോക്കി, ഈ H കണ്ടോ, ബാക്കിയുള്ള H ഈ Cl-മായി HCl ആകും, Cl അവിടെ വരും. അപ്പൊ എന്താന്ന് വായിച്ചോ, ഒന്ന് Cl പ്ലസ് HCl. ഇതല്ലേ കാർബൺ ടെട്രാക്ലോറൈഡ്. ഒരു കാർബണും 4 ക്ലോറിനും, കാർബൺ ടെട്രാക്ലോറൈഡ്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ എന്താണ് ആദേശ രാസപ്രവർത്തനം? ഒരു സംയുക്തത്തിലെ ഒരാറ്റത്തിനു പകരം മറ്റൊരാറ്റമോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റമോ വരും. ഒരു സംയുക്തമാണ് മീഥേൻ. മീഥേൻ്റെ അകത്ത് Hന് പകരം ഒന്നെങ്കിൽ Cl വരും, അല്ലെങ്കിൽ വേറെ ഗ്രൂപ്പ് ഓഫ് ആറ്റം വരും. ഇതാണ് എന്ത് ആദേശ രാസപ്രവർത്തനം, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ? ആർ കെമിക്കൽ റിയാക്ഷൻ in which an atom of group of atom replaced with another atom or group of atom in a compound. അതിനെ പറയുന്ന പേരാണ് ആദേശ രാസപ്രവർത്തനം. ഞാൻ ഒന്നും കൂടെ ചെയ്ത് കാണിക്കാം. CH4 ഇതെന്താ, മീഥേൻ അല്ലേ? Cl2 എന്ന് വെച്ചാൽ 2 ക്ലോറിൻ ഉണ്ട്. CH4-ലെ ഒരു H പോയി CH3 ആവുന്നു, അവിടെ Cl വരുന്നു. പോകുന്ന Hും Cl2-ന്റെ അകത്ത് Cl-ഉം കൂടെ ചേർന്ന് എന്തായി മാറുന്നു? HCl ആയി മാറുന്നു. അടുത്ത ശ്രദ്ധിച്ചാൽ മക്കളെ, ശ്രദ്ധിച്ചേ, CH3 കണ്ടോ, Cl വീണ്ടും Cl2, CH3 Cl-ന്റെ അകത്ത് ഒരു H മാറുന്നു, CH2 വരുന്നു. അതിന് ഒരു Cl വരുന്നു. അപ്പൊ എന്താ, CH2 Cl2. പോകുന്ന Hും ഈ Cl2-ന്റെ Hും ചേർന്ന് HCl ആകുന്നു. മനസ്സിലായോ? വീണ്ടും നോക്കിയേ, CH2 Cl2 പ്ലസ് Cl2. ഓക്കെ, എന്താ, ഒരു Hും കൂടെ പോകുന്നു, പോയിട്ട് Cl വരുന്നു, ഒരു H പോയാൽ CH വരുന്നു, Cl3 വരുന്നു, പോകുന്ന H Cl-ഉം കൂടെ HCl ആകുന്നു. വീണ്ടും നോക്കിയേ, Cl3 പ്ലസ് Cl2 അല്ലേ? വീണ്ടും ഒരു H പോകുന്നു, Cl വരുന്നു, അപ്പൊ CCl4 പ്ലസ് HCl. ഇത് ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ സാന്നിധ്യത്തിലായിരിക്കും. ഇതാണ് എന്ത് ആദേശ രാസപ്രവർത്തനം അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്ന കാര്യം. ക്ലിയർ ആണല്ലോ? ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി എന്താണ് അഡീഷൻ രാസപ്രവർത്തനം? അഡീഷൻ റിയാക്ഷൻ ഒന്നുമില്ല. ഒരു അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണിനെ, അൺസാച്ചുറേറ്റഡ് മീൻസ് അപൂരിത ഹൈഡ്രോകാർബണിനെ ക്ലോറിൻ, ഹൈഡ്രജൻ H2, Br2, HBr, HCl. ഒന്നും കൂടെ പറയാം, ഒരു അപൂരിത ഹൈഡ്രോകാർബൺ അല്ലെങ്കിൽ ഒരു അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണിന് ഒന്നെങ്കിൽ Cl2 അല്ലെങ്കിൽ H2 അല്ലെങ്കിൽ Br2 അല്ലെങ്കിൽ HBr അല്ലെങ്കിൽ HCl-ഉമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അതെന്തായി മാറും? സാച്ചുറേറ്റഡ് ആകും, അല്ലെങ്കിൽ പൂരിത ഹൈഡ്രോകാർബൺ ആകും. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഒന്നുമില്ല, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ Cl2, H2, Br2, HBr, HCl എന്നിവയുമായി റിയാക്ട് ചെയ്യുമ്പോൾ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ അത് എന്തായി മാറും? ഡബിൾ ബോണ്ട് ആകും. പിന്നെന്തായി മാറും? സിംഗിൾ ബോണ്ടായി മാറും. അപൂരിതം എന്തായി മാറും? പൂരിതമായി മാറും. ഈ റിയാക്ഷനെ പറയുന്ന പേരാണ് അഡീഷൻ രാസ പ്രവർത്തനം എന്ന് പറയും. ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ശ്രദ്ധിക്കാം. CH ട്രിപ്പിൾ ബോണ്ട് CH. നമുക്കറിയാം, നിങ്ങൾ പറ, ഇത് അപൂരിതമാണോ പൂരിതമാണോ? പറ മക്കളെ, അപൂരിതമല്ലേ? അപൂരിതത്തിൽ എന്താണ്? ട്രിപ്പിൾ ബോണ്ട് അല്ലേ? ഇതിന് ഞാൻ എന്താണ്? CH2 ഞാൻ H എടുക്കും, ഇങ്ങനെ ഇതോ H2. അപ്പൊ എന്തായി മാറും നോക്കിയേ, നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ H ഇവിടെ വരും, അപ്പൊ CH2 വരും.
ഈ എച്ച് ഇവിടെ വരും, CH2. അപ്പം ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് എന്തായി മാറും? CH2 ഡബിൾ ബോണ്ട് CH2 എന്നാകും. മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി നോക്കിയേ, CH2 ഡബിൾ ബോണ്ട് CH2നെ വീണ്ടും ഞാൻ H2 രണ്ട് ഹൈഡ്രജൻ അല്ലേ ആഡ് ചെയ്യുമ്പോൾ, റിയാക്ട് ചെയ്യുമ്പോൾ ഒന്ന് നോക്കി, ഈ H എന്ത് ചെയ്യും? ഇവിടെ വരും, CH3 ആകും. ഈ H എന്ത് ചെയ്യും? ഇവിടെ വരും, CH3 ആകും. അപ്പൊ ഒന്ന് പറഞ്ഞ്, CH3 ഡബിൾ ബോണ്ട് പോയി എന്തായി മാറും? സിംഗിൾ ബോണ്ടായി മാറും. ഇതാണ് അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. നോക്കിയേ, ദ്വിബന്ധനമോ ത്രിബന്ധനമുള്ള അപൂരിത ഓർഗാനിക് സംയുക്തങ്ങൾ മറ്റ് ചില തന്മാത്രയാണ് H2, Cl2, Br2, HCl, HBr അല്ലെ ചേർന്ന് പൂർണ്ണ സമ്മതം മാറുന്ന പ്രവർത്തനമാണ് അഡീഷൻ പ്രവർത്തനം. ത്രിബന്ധനമുള്ളവ ഓർഗാനിക് ഭാഗികമായി ചെറു തന്മാത്രയായി ചേർന്ന് ദ്വിബന്ധനമായി മാറുന്നു. ത്രിബന്ധനമാണെങ്കിൽ ദ്വിബന്ധനം, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ഡബിൾ ബോണ്ട്, പിന്നെന്താണ് സിംഗിൾ ബോണ്ടായി മാറുന്നു. ഇതിനെ പറയുന്ന പേരാണ് എന്ത്? അഡീഷൻ രാസപ്രവർത്തനം, അഡീഷൻ റിയാക്ഷൻ. ഞാൻ വേറൊന്നും കാണിച്ചുതരാം. CH ട്രിപ്പിൾ ബോണ്ട് CH, ഞാൻ HCl ഇടുക, നിങ്ങൾ HCl. അപ്പൊ ഒന്ന് പറഞ്ഞേ മക്കളെ, HCl ഈ H കണ്ടോ? H ഇങ്ങോട്ട് വരും. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു H ഉണ്ട്, ഒരു H വരുമ്പോൾ എന്തായി മാറും? CH2 ആയി മാറും. ഓക്കെ, അപ്പം ഒരു വരുമ്പോൾ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യും. അപ്പൊ ട്രിപ്പിൾ ബോണ്ട് എന്തായി മാറും? ഡബിൾ ബോണ്ടായി മാറും. ഈ Cl കണ്ടോ? ഇത് ഇവിടെ വരും, കണ്ടോ? അപ്പൊ എന്താ? CHCl എന്ന് വരും. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്താ? CH2 ഡബിൾ ബോണ്ട് CHCl അല്ലേ, Cl. വീണ്ടും ഞാൻ HClമായിട്ട് അഡീഷൻ റിയാക്ഷൻ നടത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഈ H ഇവിടെ വരും. അപ്പൊ എന്താ? CH3 ആകും. ഡബിൾ ബോണ്ട് ബ്രേക്ക് സിംഗിൾ ബോണ്ട് ആകും. Cl എന്ത് വരും? Cl ഇവിടെ വരും. അപ്പൊ എന്താ? CHCl2 എന്ന് വരും. ക്ലിയർ ആണ്, സെറ്റ് ആണ്. അപ്പോൾ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ഡബിൾ ബോണ്ട് ആകും, ഡബിൾ ബോണ്ട് ആണെങ്കിൽ സിംഗിൾ ബോണ്ട് ആകും. ഈ റിയാക്ഷനെ പറയുന്ന പേരാണ് അഡീഷൻ റിയാക്ഷൻ. വേറെ എക്സാമ്പിൾ, CH ട്രിപ്പിൾ ബോണ്ട് CH അല്ലേ, പ്ലസ് എന്താണ്? Cl2 ഞാൻ രണ്ട് Cl ഇങ്ങനെ എഴുതുക. അപ്പൊ നിങ്ങൾ തന്നെ പറ, എൻ്റെ മുന്നിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ക്ലാസ് കാണുന്ന കുഞ്ഞുങ്ങൾ പറ മക്കളെ, എന്ത് സംഭവിക്കും? ഈ Cl ഇങ്ങോട്ട് വരും. അപ്പൊ എന്താ? CHCl എന്ന് വരത്തില്ലയോ? അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് എന്തായി മാറും? ഡബിൾ ബോണ്ട് ആകും. അടുത്ത Cl ഇങ്ങോട്ട് വരും. അപ്പൊ ഒന്ന് പറഞ്ഞ്, CHCl ആയി മാറും. സെറ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്താ? CHCl ഡബിൾ ബോണ്ട് CHCl വീണ്ടും Cl2മായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ Cl ഇങ്ങോട്ട് വരും. അപ്പൊ എന്താ? CHCl2 സിംഗിൾ ബോണ്ട്. ഈ Cl ഇങ്ങോട്ട് വരും, CHCl2. അപ്പൊ രണ്ട് റിയാക്ഷൻ പക്കയായിട്ട് നമ്മൾ പഠിച്ചു. ഒന്നാമത്തത് ആദേശ രാസപ്രവർത്തനം, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. രണ്ടാമത്തത് അഡീഷൻ റിയാക്ഷൻ. ഓക്കെ അല്ലേ? അടുത്ത ക്ലാസ് നമ്മൾ എന്താണ്? പോളിമറൈസേഷൻ പഠിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? താപീയ വിഘടനം, അതുകൂട്ട് തന്നെ എന്താണ്? ജ്വലനം, ഹൈഡ്രോ കാർബണുകളുടെ ജ്വലനവും പക്കയായിട്ട് നമ്മൾ എന്ത് ചെയ്യും? പഠിക്കും. ഇത്രയും കാര്യം എല്ലാവർക്കും സെറ്റ് ആണോ മക്കളെ? അപ്പം ഒന്നും കൂടെ പറയാം, ആദേശ രാസപ്രവർത്തനം അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണെങ്കിൽ ഒരു സംയുക്തം കാണും. ആ സംയുക്തത്തിൽ ഒരാറ്റം മാറിയിട്ട് അവിടെ വേറൊരു ആറ്റം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റം വരും. മനസ്സിലായോ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മൾ ക്രിക്കറ്റ് കളിക്കാത്തൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യത്തില്ല. എങ്ങനെ? ഒരു കളിക്കാരന് പരിക്ക് പറ്റുമ്പോൾ അയാളെ റീപ്ലേസ്മെന്റ് ചെയ്തിട്ട് മറ്റൊരു കളിക്കാരൻ വരത്തില്ലേ? അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. മനസ്സിലായോ? റീപ്ലേസ് ചെയ്യുന്നു. അപ്പൊ ഇത്രയും അഡീഷൻ എന്താ? ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ഡബിൾ ബോണ്ട് ആകും, ഡബിൾ ബോണ്ട് ആണെങ്കിൽ സിംഗിൾ ബോണ്ട് ആകും. ഇത്രയുള്ള കാര്യം. അപ്പൊ ഈ റിയാക്ഷനുകൾ പക്കയായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചോണം.